ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലിപ് ബാമാണ്. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമാണ്. ഇത് നമ്മളത് മൈക്ക യൂസ് ചെയ്ത മൈക്ക എന്ന് പറയുന്നത് അറിയാമല്ലോ, അത് നമ്മുടെ ലിപ് സേഫ് ആയിട്ടുള്ള മൈക്കയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ടിൻറ്റഡ് ആണ്, കുറച്ച് കളറൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ലിപ് ബാമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഞാൻ ഷിയ ബട്ടറും മാംഗോ ബട്ടറും കൊക്കോ ബട്ടറൊക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ലിപ്പ് ഇങ്ങനെ ക്രാക്ക് ആകാനോ ചാപ്ഡ് ആകാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിലൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുത്ത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സേഫായിട്ട് യൂസ് ചെയ്യാം. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് ബട്ടേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട്, ഈ ഷിയ ബട്ടറും കൊക്കോ ബട്ടറൊക്കെ അറിയില്ല, കൊക്കോ ബട്ടറൊക്കെ അറിയത്തില്ലേ, കൊക്കോയിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നതാണ് ആ ബട്ടർ. അതുപോലെ തന്നെ ഷിയ ബട്ടർ ഒരു കായാണ്, അതിൻ്റെ ആ കായിൽ നിന്ന് എടുക്കുന്ന ബട്ടറാണതും. അങ്ങനെ എല്ലാം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. എപ്പോഴും പറയുന്നത് പോലെ നമുക്കൊരു വെയിങ് മെഷീൻ അത്യാവശ്യമാണ്. ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് കറക്റ്റ് എമൗണ്ട് ആക്കണം. അപ്പോൾ ഒന്ന് കൂടിപ്പോയി ഒന്ന് കുറഞ്ഞു പോയി അങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പം ഇവിടെ നമുക്ക് ബി വാക്സ് നമുക്കറിയാമല്ലോ, നമ്മുടെ നമ്മുടെ തേനീച്ചയുടെ മെഴുക്, അതിൽ നിന്ന് എടുക്കുന്നതാണ്. അത് കോസ്മെറ്റിക് ഗ്രേഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബി വാക്സ് വേണം. അപ്പോൾ ബി വാക്സ് എപ്പോഴും നമ്മുടെ ബട്ടേഴ്സിനെക്കാട്ടി കുറവായിരിക്കണം. ഈ ബി വാക്സ് ആണ് നമുക്ക് തിക്കന് കൊടുക്കുന്നത്. ഈ തിക്കൻ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിന് ഒരു കട്ടി കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ബി വാക്സ്. ബട്ടേഴ്സൊക്കെ അറിയാമല്ലോ, ബട്ടേഴ്സിനെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒഴുക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പിനെ സേഫ് ആക്കാനും ലിപ്പിൻ്റെ ക്രാക്ക് മാറാനും അതിനെ ചാപ്ഡ് ലിപ്പൊക്കെ ആകുമ്പോൾ അതിനെയൊക്കെ അതിൽ നിന്ന് മാറി എപ്പോഴും മോയ്സ്ചറൈസ് യൂസ് ചെയ്യാനുമാണ് നമ്മൾ ബാക്കിയുള്ള ബട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആവണക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലിപ്പിന് നല്ല കളറും കൊടുക്കും. അപ്പം ഈ ഇരുണ്ട് പോകാതിരിക്കാനും ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ലിപ്പിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. എനിക്ക് അതുണ്ട്, ആ ഒരു സ്കിൻ ഇളകി ഇങ്ങനെ പോകും ക്ലൈമറ്റ് മാറുമ്പോൾ അനുസരിച്ച്. അപ്പോൾ അതൊക്കെ മാറാനും എപ്പോഴും വെറ്റ് മോയ്സ്ചറൈസറായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം അറിയണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബീക്കർ ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഓണാക്കിയിട്ട് ബീക്കർ വെക്കുക, ടെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബേസ് വാക്സ് ഇടുക. ബേസ് വാക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3.5 to 4 മതി. ഇപ്പം ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബേസ് വാക്സ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്, മാംഗോ ബട്ടറാണ്. അത് ഒരു 4 gram വേണം. അപ്പം ഞാൻ അതും കൂടെ ഇട്ടു. അത് ഇത്തിരി കൂടുതലാണ്, നമുക്കത് മാറ്റിയെടുക്കണം. കറക്റ്റ് 4 മതിയേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടും കൂടെ കറക്റ്റ് 8 ആയിട്ടുണ്ട്. ഈ ഷിയ ബട്ടറും കൂടെ ഇതിനകത്ത് 2.5 gram ഷിയ ബട്ടറും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ബീക്കറാണ്. അപ്പോൾ ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽസാണ്, നമുക്ക് ഓയിൽ ഫേസ് ആണുള്ളത്. അപ്പോൾ ഓയിലും നമ്മൾ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്യാനിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിൽ നോക്കാം ഇനി ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. അത് നമുക്ക് 3.5 gram വേണേ. അപ്പോൾ ഞാനിത് ഇത്രയും 3.5 gram എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കാസ്റ്റർ ഓയിലാണ്. അതും നമുക്ക് 3.5 gram തന്നെ വേണം. അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒഴിക്കുമ്പം നമ്മുടെ ലിപ്പിന് നല്ല എപ്പോഴും ഒരു മോയ്സ്ചറൈസ് ഫീൽ ചെയ്യും, ഒരു തിക്നെസ് ഒക്കെ വരും നമ്മുടെ ലിപ്പിന്. അപ്പം നമുക്ക് അതാണ് വേണ്ടത്, എപ്പോഴും ഇങ്ങനെ മോയ്സ്ചറായിട്ടിരിക്കണം. അപ്പോൾ ഈ കാസ്റ്റർ ഓയിൽ തന്നെ നല്ല തിക്കല്ലേ, അപ്പം നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബീക്കറിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഓയിലും എല്ലാം കഴിഞ്ഞു. നമുക്കെല്ലാം ഇനിയും ഇതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിലൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി. കോക്കനട്ട് ഓയിലും നല്ലതാണ്. അത് നോർമൽ കോക്കനട്ട് ഓയിൽ നമ്മൾ ഈ ആട്ടിക്കൊണ്ടുവരുന്ന മില്ലിൽ നിന്നൊക്കെ ആട്ടിക്കൊണ്ടുവരുന്നത് അത് ഉപയോഗിച്ചാലും മതി. അതുണ്ടെങ്കിൽ ഓയിൽസ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മെൽറ്റ് ചെയ്യാം. നമ്മുടെ ഓയിൽസും വാക്സും ബട്ടേഴ്സും ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടേഴ്സ് പെട്ടെന്ന് മെൽട്ടാവും, പക്ഷെ നമുക്ക് നമ്മുടെ ബി വാക്സ് ഒന്ന് മെൽട്ടായിട്ട് ടൈം എടുക്കും. ഓക്കെ, ഒന്ന് മെൽട്ടായി വരട്ടെ. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു വൈറ്റമിൻ ഇയാണ്, ഇത് കുറച്ച് എമൗണ്ടല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇതിനകത്തുള്ളത് മൈക്കയും കൂടെ ആഡ് ചെയ്യണം കളറിന് വേണ്ടി. കളർ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണ്ട എങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ബോട്ടിൽ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തന്നെ ഈ കളർ മൈക്കയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് അതൊരു പിങ്ക്, അതിന് ഓൾറെഡി ഒരു സിൽക്കി ഫേസ് ഉണ്ട്, ഒരു കളറുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഞാൻ ഇത്രയും ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. എനിക്ക് കുറച്ചും കൂടെ വേണം. നന്നായിട്ട് ബ്ലെൻഡ് ആവണം നമ്മുടെ സൊല്യൂഷനായിട്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു സിൽക്കി ഫിനിഷ് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ക്യാപ്പ് ചെയ്യേണ്ട, സെറ്റായതിനു ശേഷം മാത്രം നമുക്ക് സെറ്റിംഗ് അവേഴ്സ് ഒരു 20 മിനിറ്റ്സ് മതി. കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആകാൻ 20 മിനിറ്റ്സ്. 3 ബോട്ടിൽ വന്നിട്ടുണ്ട്. സെറ്റായതിനു ശേഷം ഇനി കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ലിപ് ബാം എല്ലാം സെറ്റായിട്ടുണ്ട്. അധികം ഡാർക്ക് കളർ ആയിട്ടില്ല, ലൈറ്റ് കളറാണ്. നമ്മൾ കാണുമ്പോൾ ഇട്ടപ്പം നല്ല കളറല്ലായിരുന്നു, അതിപ്പം ലൈറ്റ് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. അപ്പം ഈ ഷെയ്ഡിലാണ് നമുക്ക് എടുത്തേക്കുന്നത്. ലിപ് ബാം അല്ലേ, അപ്പം എപ്പോഴും ലിപ്പിന് മോയ്സ്ചറൈസർ മാത്രമാണ് ഉദ്ദേശിച്ച. കളർ വേണ്ടവർ കളർ ആഡ് ചെയ്യുക. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.